കേരളത്തിൽ സ്വർണ്ണവിലയിൽ ഇന്നും വർധന. അമേരിക്കയുടെ പുതിയ വ്യാപാര നയം ലോകവിപണിയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചതാണ് സ്വർണത്തിലും പ്രതിഫലിക്കുന്നത്. അമേരിക്ക ഇന്ത്യക്കെതിരെ പിഴച്ചുങ്കം ചുമത്തുമെന്നാണ് ട്രംപ് ഒടുവിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഇതു സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതുന്നു. അതിനനുസരിച്ചാകും സ്വർണത്തിന്റെ ഭാവി വിലയിലെ മാറ്റം. ക്രൂഡ് ഓയിൽ വില വലിയ മാറ്റമില്ലാതെ തുടരുകയാണ്. ഡോളർ നിരക്കിലും കാര്യമായ ചലനമില്ല. അതേസമയം ഇന്ത്യൻ രൂപ നേരിയ തോതിൽ കയറിയിട്ടുണ്ട്. എന്നാൽ വലിയ മുന്നേറ്റമാണ് എന്ന് പറയാനും സാധിക്കില്ല. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഇന്ന് കാര്യമായ മാറ്റമുണ്ടാക്കിയിട്ടില്ല. ചാഞ്ചാട്ടം തുടരുകയാണ്. അതേസമയം കേരളത്തിൽ സർവകാല റെക്കോർഡിലാണ് ഇന്നത്തെ സ്വർണ്ണവില. ഒരു പവൻ സ്വർണത്തിന് 75,040 രൂപയാണ് ഇന്നത്തെ വില. 80 രൂപ മാത്രമാണ് ഇന്ന് ഉയർന്നിട്ടുള്ളത്. 22 ക്യാരറ്റ് ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 9,380 രൂപയായി. രാജ്യാന്തര വിപണിയിൽ ഔൺസ് സ്വർണത്തിന് $3,374 പുതിയ നിരക്ക്. ഇതിനേക്കാൾ ഉയർന്ന ശേഷം അല്പം താഴുകയായിരുന്നു. അമേരിക്കയുമായുള്ള വ്യാപാരപ്പോര് കനത്താൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയും. ഇത് ഇന്ത്യയിൽ സ്വർണ്ണവില കൂടുന്നതിലേക്ക് നയിക്കും. ഇന്നത്തെ ഡോളർ സൂചിക 98.70 എന്ന നിരക്കിലാണ്. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് 87.71 ആയി മെച്ചപ്പെട്ടു. കഴിഞ്ഞ ദിവസം 87.95 എന്ന നിരക്കിലേക്ക് കൂപ്പുകുത്തിയിരുന്നു. റിസർവ് ബാങ്കിന്റെ പണനയം രൂപയുടെ മൂല്യത്തിൽ ഇനിയും മാറ്റം വരുത്തിയേക്കും. ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ വില 73,200 രൂപയും കൂടിയത് ഇന്നത്തെ നിരക്കുമാണ്. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 10 രൂപയാണ് ഇന്ന് വർദ്ധിച്ചത്. 1 ഗ്രാമിന്റെ വില 7,700 രൂപയാണ്. 75% സ്വർണവും ബാക്കി ചെമ്പുമാണ് ഈ ക്യാരറ്റിലുള്ള ആഭരണങ്ങൾ ഉണ്ടാവുക. അതേസമയം 14 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 5,995 രൂപയാണ്. 58% സ്വർണവും ബാക്കി ചെമ്പുമാണ് ഈ ക്യാരറ്റിൽ ഉൾപ്പെടുന്നത്. ഏറ്റവും കുറഞ്ഞ പരിശുദ്ധിയിലുള്ള 9 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 3,865 രൂപയാണ് ഇന്നത്തെ വില. ഈ 3 കാറ്റഗറിയിലും ആഭരണം മാത്രമാണ് ലഭിക്കുക. കോയിൻ, ബാർ എന്നിവ കിട്ടില്ല. രാജ്യാന്തര വിപണിയിലെയും മുംബൈ വിപണിയിലെയും സ്വർണ്ണവില, ഡോളർ, രൂപ വിനിമയ നിരക്ക് എന്നിവ പരിശോധിച്ചാണ് കേരളത്തിലെ ജ്വല്ലറി വ്യാപാരികൾ ഓരോ ദിവസവും സ്വർണ്ണവില നിശ്ചയിക്കുന്നത്. രൂപയുടെ മൂല്യം ഇടിഞ്ഞതാണ് നിലവിൽ സ്വർണ്ണവില ഇത്രയും കൂടാൻ കാരണം. Subscribe to One India and never miss an update.